സ്മൃതി, കുറച്ചാളായല്ലോ കണ്ടിട്ട്. നിന്റെ മോനാണോ? നിന്നാണൊക്കെ ഉണ്ട്. നിനക്ക് സുഖാണോ? ഐ എം ഗുഡ്. നീയോ? എന്തുപറ്റി? അവൻ നിന്നെ ശരിക്കും നോക്കുന്നില്ല? അങ്ങനൊന്നുമില്ലടാ, അവൻ എന്നെ ശരിക്കും റാണിയെ പോലെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു ആക്സിഡന്റില് നമ്മള് സെപ്പറേറ്റ് ആയതിനു ശേഷം ഞാൻ വിചാരിച്ചു നീ ഒരു ഹാപ്പി ലൈഫ് ആയിരിക്കും. നമ്മള് പിരിഞ്ഞതിന് ശേഷം ശരിക്കും വീട്ടുകാരെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ അവനെ കല്യാണം കഴിച്ചു. ശരിക്കും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ വീട്ടിൽ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, നീ കുഞ്ഞിനെന്തിനും വാങ്ങിച്ചോളൂ. വേണ്ടടാ വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തേ, നിനക്കുള്ള ജോലി ഉണ്ടോ? അതൊന്നും അല്ലടാ. അവൻ മരിക്കുന്നതിന് മുന്നേ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 കോടി വരെ കവറേജ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം എനിക്ക് മാനേജബിളാ. ഈവൻ എൻ്റെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ വരെ സെക്യൂർ ആക്കിയിട്ടാവും പോയെ. ശരിക്കും അവൻ നിന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിച്ചല്ലേ? ശരിക്കും ഈ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈപിടിച്ച് നടക്കുന്ന മാത്രമല്ലല്ലോടാ. എന്തോ സംഭവിച്ചാലും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യുന്നതും കൂടെ അല്ലേ. ലവ് ഈസ് റെസ്പോൺസിബിലിറ്റി. നമ്മളില്ലെങ്കിലും ആ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യുന്നതല്ലേ യഥാർത്ഥ സ്നേഹം. എന്റെ ബയോയിൽ ലിങ്കുണ്ട്. ക്ലിക്ക് ചെയ്യുക. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പാർട്ട്നേഴ്സിനെ ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കമ്പയർ ചെയ്യുക. അതിൽ നിന്ന് ബെസ്റ്റ് ടൈം പ്ലാൻ ചൂസ് ചെയ്യുക. പ്രതിമാസം 400-500 രൂപയാണ് പ്രീമിയം. ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഭാവി സുരക്ഷിതമാക്കും.